ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സമയമില്ലാത്ത ഈ സമയത്തൊക്കെ വളരെ എളുപ്പത്തിൽ ചപ്പാത്തിയുടെയും ചോറിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് മുട്ടക്കറി തയ്യാറാക്കാം. അപ്പോൾ ഞാനിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ മുട്ട പുഴുങ്ങേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ 4 മുട്ട ഇവിടെ എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മറ്റേ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് നോക്കാം. ഇനി നമുക്ക് പച്ചമുളക് വേണം. ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു സവാള എടുത്തിട്ടുണ്ട്, അതും ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ്. ഇത് ഞാൻ 1 ടീസ്പൂൺ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, നന്നായിട്ട് കുഞ്ഞാക്കി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അതുപോലെ 1/2 ടീസ്പൂൺ ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ആവശ്യത്തിന് കരിവേപ്പിലയും കൂടെ എടുക്കാം. ഇനി ഗ്യാസ് അടുപ്പിൽ നമുക്കൊരു ചട്ടി വെച്ച് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുകിട്ട് കൊടുക്കാം. നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് പോകുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് അതിനകത്തേക്ക് ഓനിയൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒനിയൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് പോകുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വരണം. അല്ലെങ്കിൽ നമ്മൾ മുട്ട പുഴുങ്ങിയിട്ടല്ലല്ലോ വെക്കുന്നത്, നമ്മൾ മുട്ട പൊട്ടിച്ചല്ലേ ഒഴിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വേകാതെ മുരിയാതെ കിടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ മുട്ട ഇങ്ങനെ പൊട്ടി ചെതറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അത് വഴറ്റിയെടുക്കാം. നന്നായിട്ട് മൂത്തതിന് ശേഷം മാത്രം നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഏകദേശം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാല കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് 230 ml കപ്പിൽ 1 കപ്പ് വെള്ളം ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തിളച്ച വെള്ളം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ കാരണം നമുക്ക് ഒന്നുകൂടെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പിൻ്റെ പാകം നോക്കി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ കറിയിലേക്ക് മുട്ട നമുക്കൊരു ബൗളിലേക്ക് പൊട്ടിച്ചെടുത്തിട്ട് അതിൽ നിന്ന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് അകത്തി വേണം ആ കറിയിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പം 4 മുട്ടയും ഞാൻ ഇങ്ങനെ ഒരു ബൗളിൽ പൊട്ടിച്ചെടുത്തിട്ട് അതിൻ്റെ 4 വശങ്ങളിലേക്ക് തമ്മിൽ മുട്ടാത്ത രീതിയിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇട്ട് കൊടുത്തില്ലെങ്കിൽ അത് തമ്മിൽ കൂട്ടിമുട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. നന്നായിട്ട് തിളച്ച് ഏകദേശം എന്തൊന്നൊന്ന് ആവുമ്പോഴേക്കും നമുക്ക് എടുത്തു വെച്ചിരുന്ന കരിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ താളിച്ചതിൻ്റെ കൂടെ ഈ കരിവേപ്പില ഇട്ട് കൊടുത്താലേ മുട്ട നമ്മൾ അതിനകത്തേക്ക് ഇടുമ്പോഴത്തേക്കും അതിനകത്ത് അതൊന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ ആ മുട്ടയ്ക്ക് ഒരു ഷേപ്പൊക്കെ കിട്ടാതെ വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് അതിൻ്റെ കരിവേപ്പില ഒന്ന് ഇട്ട് കൊടുത്തത്. ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ദാ ഏകദേശമൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടെ നമുക്കതിനെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു കാര്യം കൂടെ പറയാനുണ്ട്, നമ്മൾ മുട്ട പൊട്ടിച്ച് ഒഴിച്ച ഉടനെ തന്നെ ഇതുപോലൊരു കയ്യിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇളക്കരുത്. അത് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് അത് വെന്തതിന് ശേഷം മാത്രം നമുക്ക് ഒരു കയ്യിൽ ഉപയോഗിച്ചിട്ട് നമുക്കിതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതാ അങ്ങനെ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണിത്. നമുക്ക് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.